അൻവർ ഒരു ചെറിയ മീനല്ല എന്ന് അൻവർ തെളിയിച്ചതോടുകൂടി തന്നെ UDF-ലേക്കുള്ള അൻവറിന്റെ പ്രവേശമായിരിക്കും ഇനി അടുത്ത പ്രധാന നീക്കം. എന്തായാലും ആദ്യ മണിക്കൂറുകളിൽ വലിയ ആശങ്കയുണ്ടാക്കിയ അൻവർ പിന്നീട് ആശങ്കയുണ്ടാക്കിയില്ലെങ്കിലും ഇനി സ്നേഹത്തിന്റെ ഭാഷയിലേക്ക് മാറുന്നു. എന്തായിരുന്നു ആദ്യ മണിക്കൂറുകളിൽ അൻവർ ഉണ്ടാക്കിയ ഇഫക്റ്റ് എന്ന് നമുക്ക് നോക്കാം. ഒട്ടുവെട്ടി തുറന്നത് മുതൽ പ്രകടമായത് PV അൻവർ എഫക്റ്റ്. ഓരോ റൗണ്ടിലും കൃത്യമായി PV അൻവർ വോട്ടുകൾ സമാഹരിച്ചു. വഴിക്കടവിൽ നിന്നാണ് തുടക്കം. വഴിക്കടവിൽ കൃത്യമായി UDF പ്രതീക്ഷിച്ചത് 3000-ന് മുകളിൽ ലീഡാണ്. അവിടെ ലഭിച്ചത് 1800 വോട്ടിൻ്റെ ഭൂരിപക്ഷം. അവിടെ PV അൻവർ പിടിച്ചതാകട്ടെ 5000-ന് മുകളിൽ വോട്ടുകൾ. മൂത്തേടവും എടക്കരയും കൂടെ കഴിയുമ്പോൾ UDF പ്രതീക്ഷിച്ച 7000 വോട്ടുകളുടെ സ്ഥാനത്ത് ലഭിച്ചത് 5000 വോട്ടിൻ്റെ ഭൂരിപക്ഷമാണ്. അവിടെ PV അൻവർ UDF-ന് വിനയാകുമോ എന്നാണ് കരുതിയത്. എന്നാൽ കൃത്യമായി LDF കോട്ടകളിലും PV അൻവർ നാശം വിതച്ചു. നിലമ്പൂർ നഗരസഭയിലും അമരമ്പലത്തും കരുളായിലും PV അൻവർ പിടിച്ച വോട്ടുകൾ LDF-ന് തിരിച്ചടിയായി. ഓരോ റൗണ്ടിലും 10% മുകളിലായിരുന്നു PV അൻവർ സമാഹരിച്ച വോട്ട്. ഇതൊരു രാഷ്ട്രീയ വിജയമായി തന്നെ PV അൻവറിന് അവകാശപ്പെടാം. എല്ലാ വോട്ടുകളും പിണറായി സത്തിനെതിരെ എന്ന പതിവ് ശൈലിയിൽ PV അൻവർ ആവർത്തിച്ചു. UDF-നെ കടന്നാക്രമിക്കുന്നുമില്ല. ഇവിടെ പിണറായിസം അവസാനിപ്പിക്കാൻ വരുന്ന ആരുമായിട്ടും ലീഗിൻ്റെ ചർച്ച നടത്തും. പിണറായിസമാണ് ഈ നാട്ടിൻ്റെ നാശം, ആ കുടുംബാധിപത്യമാണ് ഈ നാടിൻ്റെ നാശം, ആ പാർട്ടിയുടെ നാശം മരുമാനിസാണ്. സഖാക്കളാണല്ലോ വോട്ട് ചെയ്യുന്നത്, നിങ്ങൾക്ക് കാണാലോ. അതിനെതിരെ ആര് വരുന്ന അവരായിട്ട് പോകും. എന്തും ഞാൻ സറണ്ടർ ചെയ്യും, എന്തും സറണ്ടർ ചെയ്യും. PV അൻവറിന്റെ ശക്തി കണ്ടില്ലെന്ന് നടിക്കാനാകുന്നില്ല UDF-ന്. PV അൻവറിന് കൃത്യമായ സ്വാധീനമുണ്ടെന്ന് UDF നേതൃത്വവും സമ്മതിച്ചു. റിയാലിറ്റി അതല്ലേ, അതായത് ഇപ്പൊ BJP കാൻഡിഡേറ്റ് നേടിയതിനേക്കാൾ വോട്ട് അൻവർ പിടിച്ചു എന്നുള്ളത് ഒരു റിയാലിറ്റിയാണ്. നമ്മളത് ചർച്ച ചെയ്ത് ഇത്ര വോട്ട് കിട്ടുന്ന ആളെ നമുക്ക് തീരെ തള്ളാൻ പറ്റും. തള്ളുവോ കൊള്ളുവോ എന്ന് ആലോചിച്ച് ചെയ്യും. പ്രത്യേകിച്ചും UDF ശക്തി കേന്ദ്രങ്ങളിൽ PV അൻവർ പിടിച്ച വോട്ട് ലീഗും ചൂണ്ടിക്കാണിക്കുന്നുണ്ടായിരുന്നു. അത് നേരത്തെ ലീഗ് പറഞ്ഞതുമായിരുന്നു. അല്ല, അൻവറിന് കൂടുതൽ വോട്ട് കിട്ടി. അത് ഞങ്ങൾ ഇനിയിപ്പോൾ UDF പാർട്ടി 27 പാർട്ടി ഉണ്ട്. എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് ഞങ്ങൾ ചർച്ച ചെയ്യട്ടെ, UDF ചർച്ച ചെയ്യട്ടെ. ജനാധിപത്യപരമായ ആ സമീപനം എടുക്കാൻ നമുക്ക് അതല്ലേ നല്ലത്. എന്നാൽ PV അൻവർ കനത്ത നാശം വിതച്ചത് ഇടതുകോട്ടയിൽ തന്നെയാണ്. കൃത്യമായ പോക്കറ്റുകളിൽ നിന്ന് ഇടതു വോട്ടുകൾ PV അൻവർ ചോർത്തിയെടുത്തു എന്നുള്ളത് തന്നെയാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത്. PV അൻവറിൻ്റെ ഒരവകാശവാദം കൂടി അവിടെ ശരിയാവുകയാണ്. PV അൻവറും LDF-ഉം ചേർന്നതാണ് മണ്ഡലത്തിൽ LDF-നുള്ള 80,000 വോട്ടെന്ന് PV അൻവർ പറഞ്ഞത് കണക്കിലൂടെ ഒരിക്കൽ കൂടി തെളിയിച്ചിരിക്കുന്നു. എന്തായാലും PV അൻവറിൻ്റെ രാഷ്ട്രീയ ഭാവി രണ്ട് ചോദ്യചിഹ്നമായി അവിടെ അവശേഷിക്കുമ്പോൾ ഒരുപാട് ഉത്തരങ്ങൾ ബാക്കിയുമാണ്. നിലമ്പൂരിൽ PV അൻവറിന് നേടാനായത് വലിയൊരു രാഷ്ട്രീയ വിജയം തന്നെയായി കണക്കാക്കപ്പെടും. ഇമ്പാക്റ്റ് പ്ലെയറായി വന്ന് പ്ലെയർ ഓഫ് ദ മാച്ച് ആകാൻ സാധിക്കും എന്നായിരുന്നു PV അൻവർ പറഞ്ഞിരിക്കുന്നത്. ഏറെക്കുറെ നിലമ്പൂരിലെ ജനത അത് സ്വീകരിച്ചിരിക്കുന്നു. പ്രജോഷ് കുമാറിനൊപ്പം അരുൺ അമൃതനാഥ്, മാതൃഭൂമി ന്യൂസ്, നിലമ്പൂർ.